റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യൻ എണ്ണ കമ്പനികൾ പിൻവാങ്ങുന്നു. ഇന്ത്യ-US വ്യാപാര കരാറിന് പിന്നാലെയാണ് നീക്കം. ഏപ്രിൽ മുതൽ വിതരണം ചെയ്യാനുള്ള എണ്ണ വാങ്ങുന്നതിൽ നിന്നാണ് പിന്മാറ്റമെന്നാണ് വിവരം. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, ഇന്ത്യ ഈ കരാർ വന്നതിന് പിന്നാലെ തന്നെ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണമുണ്ടായിരുന്നു. റഷ്യയിൽ നിന്ന് ഈ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കരാറുമായി ഇന്ത്യ ഇനി മുന്നോട്ട് പോകില്ല എന്ന്. അപ്പോൾ അതനുസരിച്ച് തന്നെയാണോ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ? എങ്ങനെ കാണണോ അതിന്? സൈഫുദ്ദീൻ, ഇന്ത്യയും US-ഉം തമ്മിലുള്ള ആ കരാറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഈ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. ആ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയാൽ മാത്രമേ ഈ കരാറുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂവെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. അക്കാര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഒരു ഉറപ്പ് ട്രംപിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യാപാര കരാറിൽ ഒപ്പുവെക്കാൻ തന്നെ ട്രംപ് തയ്യാറായത്. ആ സമയത്ത് തന്നെ ഇതിലൊരു പുനരാലോചന ഉണ്ടാകുമെന്ന് ഇന്ത്യ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തലാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. വളരെ വേഗം അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പകരം നിലവിൽ നൽകിയിരിക്കുന്ന ഓർഡറുകൾ ഉൾപ്പെടെ കുറച്ചുകൊണ്ട് പതുക്കെ സാവകാശം കുറച്ച് പൂർണ്ണമായും എണ്ണ വാങ്ങുന്നത് നിർത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താം എന്നാണ് ഇപ്പോൾ ഇന്ത്യ വിചാരിക്കുന്നതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ കരാറിന് പിന്നാലെയാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഏപ്രിൽ മുതൽ വിതരണം ചെയ്യാനുള്ള എണ്ണ വാങ്ങുന്നതിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യ പിന്മാറുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. പ്രധാന എണ്ണ കമ്പനികളുണ്ട്. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, അതോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രിയൽ തുടങ്ങിയ കമ്പനികളാണ് ഇതിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ആ കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്ക തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഈ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ മാത്രമേ ഈ കരാർ പൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ട്രംപ് തന്നെ പലതവണ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു തീരുമാനം ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഇന്ത്യൻ എണ്ണ കമ്പനികൾ റഷ്യ എണ്ണ വാങ്ങുന്നത് കുറച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിപ്പോൾ ഒന്നുകൂടി ചില ഔദ്യോഗികമായിട്ടുള്ള വൃത്തങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ റഷ്യയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണമാണ് ഉണ്ടാവുക എന്നാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. നേരത്തെ വെനസ്വേലയിൽ നിന്നുൾപ്പെടെ എണ്ണ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യ അത് ആലോചിക്കുന്നുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഒരുപക്ഷെ അവിടങ്ങളിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് പിന്നാലെയായിരിക്കും ഇത്തരത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ ഇപ്പോൾ എത്തുക. ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിൽ ഈ 3 പ്രധാന എണ്ണ കമ്പനികൾ ഏപ്രിൽ മാസങ്ങളിൽ വാങ്ങാനിരുന്ന എണ്ണ ഇനിയിപ്പോൾ വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ശരി, തൗഫീഖ് അസ്ലമാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.